ഒരു പാട്ട് പാടാം. ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ. അന്ത്യദിനത്തിൽ നാഥാ നീ സന്തോഷിപ്പിക്കണമെന്നേ. ആത്മശരീരമനസ്സുകൾ നിൻ സ്തുതി പാടുന്നു കനിയണമേ. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ബാറയ്ക്കുമോ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ ഗോപുര അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാത്ത വിധം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനേ, എന്നെ വിട്ടുപോകും, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരുമല സെമിനാരിയുടെ മാനേജരായിരിക്കുന്ന വന്യനായ റംബാച്ചൻ, വന്യ വൈദിക സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ പരുമല എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളുടെയും സന്തോഷങ്ങളുടെയും ഒക്കെ നടുവിൽ ഈ ദേവാലയ മധ്യത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ഒരു വലിയ സങ്കേതവും ഇടവുമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പരുമലയിലേക്ക് കടന്നു വരുമ്പോൾ, ഈ ദേവാലയത്തിൻ്റെതായ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഈ മണ്ണിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിനെ ഇങ്ങനെ അടയാളപ്പെടുത്തുവാനായിട്ട് കഴിയും. ഒന്ന്, പ്രാർത്ഥനയുടെ സുഗന്ധം പേറുന്ന മണ്ണാണ് ഏത്? ഈ മണ്ണ്. അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, യാമ നമസ്കാരങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം. അതിനേക്കാൾ ഉപരിയായി ഈ തൂണിൻ്റെ മറവിലും ഈ ദേവാലയ അങ്കണത്തിലും പരിശുദ്ധൻ്റെ കബറിലും പരിശുദ്ധൻ്റെ കട്ടിടത്തിൻ്റെ ഇരിപ്പിടത്തിലും പരിശുദ്ധൻ്റെ ആദ്യകാല വസതിയിലും ഒക്കെ ഇരുന്ന്
നിരന്തരം പ്രാർത്ഥിക്കുന്ന ആളുകൾ വന്ന് സംഗമിക്കുന്ന ഒരിടം തന്നെയാണ് ഏത്? ഈ പരുമലയുടെ മണ്ണ്. ഈ പ്രാർത്ഥനയുടെ സുഗന്ധമാണ് ഈ മണ്ണിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. രണ്ടാമതായി ഈ മണ്ണിനെ പരിചയപ്പെടുത്തുവാൻ ഇങ്ങനെ സാധിക്കും: വിശുദ്ധിയുടെ നിധി കാക്കപ്പെടുന്ന മണ്ണാണ് ഏത്? ഈ പരുമല. ആരാണ് ആ വിശുദ്ധിയുടെ നിധി? ആരാണ് ആ വിശുദ്ധിയുടെ അടയാളമായി നമുക്ക് മുമ്പിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് നാം ഓരോരുത്തരും ഈ പരുമലയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്? അതിന് ഒരു വലിയ അടയാളമാണ് പരിശുദ്ധനായ പരുമല തിരുമേനി. അപ്പോൾ ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിങ്കലേക്ക് മനുഷ്യരെ നോക്കുവാൻ പഠിപ്പിച്ച ഒരു പിതാവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി ഈ മണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിനെ ഇങ്ങനെ അടയാളപ്പെടുത്തുവാനായിട്ട് സാധിക്കും: കണ്ണുനീരാൽ നനഞ്ഞ ഉപ്പുരസമുള്ള മണ്ണാണ് ഏത്? പരുമലയുടെ മണ്ണ്. കണ്ണുനീരാൽ നനഞ്ഞ ഉപ്പുരസമുള്ള മണ്ണാണ് ഈ പരുമല എന്ന് പറഞ്ഞാൽ അതാർക്കും നിഷേധിക്കുവാനായിട്ട് സാധിക്കയില്ല. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ് ഈ കണ്ണുനീർ. നമുക്കറിയാമല്ലോ, ഈ പരുമലയിലേക്ക് കടന്നു വരുമ്പോൾ ദേവാലയത്തിനുള്ളിൽ തങ്ങളുടെ വേദനകൾ പറയുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ണുനീരോടെ അവരുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കാണുവാനായിട്ട് കഴിയും. അവരുടെ സന്തോഷങ്ങളിൽ ഈ ദേവാലയത്തിന് ചുറ്റും മെഴുകുതിരിയും അതുപോലെ തന്നെ കൊടകളും മുത്തുകൊടകളും ഒക്കെ പിടിച്ച് അവിടെ നേർച്ച പൂർത്തീകരിക്കുന്ന മനുഷ്യരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ണിലാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ചില പ്രത്യേകതകളെ കുറിച്ചും നാം അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിനെ 2015 നമുക്കറിയാം, നമുക്ക് ഉപയോഗിക്കുന്നതും മനസ്സിലാക്കുന്നതുമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഒരു വാക്ക് ചേർക്കപ്പെടുന്നുണ്ട്. ആ വാക്കിൻ്റെ പേര് ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്: ദ ഏജ് ഓഫ് പോസ്റ്റ് ട്രൂത്ത്. അതിൻ്റെ മലയാളത്തിൽ ഇങ്ങനെ അതിനെ പരിഭാഷപ്പെടുത്തുവാനായിട്ട് പറ്റും: സത്യാനന്തര കാലം. എന്താ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? സത്യാനന്തര കാലം. എന്താണ് ഈ കാലം ഇങ്ങനെ ഒരു വിളിപ്പേരിൽ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് നാം കേൾക്കുന്നതും കാണുന്നതുമൊക്കെ സത്യമാണെന്ന് മനസ്സിൽ വിചാരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള പൊള്ളത്തരങ്ങൾ എത്രയോ വലുതാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് ഇന്ന് പലപ്പോഴും നാം കേൾക്കുന്ന വാർത്തകൾ, നാം അറിയുന്ന സാഹചര്യങ്ങളൊക്കെ എത്രയോ മനുഷ്യരെ വ്യക്തിഹത്യകൾ ചെയ്തും എത്രയോ കുടുംബ ജീവിതങ്ങളെ പ്രയാസപ്പെടുത്തിയുമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നീടാണ് നാം ആ സത്യം തിരിച്ചറിയുന്നത്, ഇത് സത്യമായിരുന്നില്ല എന്നുള്ളത്. അപ്പോഴങ്ങനെ ഈ സത്യാനന്തര കാലത്തിൽ നിലനിൽക്കുമ്പോൾ ഏതാണ് സത്യം, എന്താണ് വിശ്വസിക്കേണ്ടത്, എന്തിലേക്കാണ് നാം നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ആ കാലത്തെ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിലും വീണ്ടും ഈ കാലഘട്ടത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്ന് നാം തിരിച്ചറിയുകയാണ്. ആ കാലഘട്ടത്തെ വീണ്ടും അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഇതൊരു അന്ത്യകാലമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളിൽ എത്തി നിൽക്കുന്നത്. എന്താണ് അന്ത്യകാലം? നമുക്കറിയാം, 2018 വലിയൊരു പ്രളയം വന്നു. അതിനുശേഷം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഒക്കെ വേദനിപ്പിക്കുന്ന, നൊമ്പരിപ്പിക്കുന്ന അനേകം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നാം ചിന്തിക്കുന്നു, ഇതൊരു അന്ത്യകാലമായിരിക്കുമോ എന്നാണ്. രണ്ടാമതായി ഈ കാലഘട്ടത്തെ വീണ്ടും അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ
കഷ്ടം പിടിച്ച കാലമാണെന്ന് നമ്മൾ ചിലർ പറയാറുണ്ട്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാത്തിനും വിലയില്ല അല്ലേ? നമ്മുടെ ജീവിതത്തിന് മാത്രം, നമ്മുടെ ജീവന് മാത്രം വിലയില്ല. പക്ഷേ മറ്റു കാര്യങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്നതായ കാലം. പെട്രോളിന് വില, പച്ചക്കറിക്ക് വില, അരിക്ക് വില, എന്തിനും വിലക്കയറ്റത്തിന്റെ നിയന്ത്രണത്തിലിരിക്കുമ്പോൾ ഇതൊരു കഷ്ടം പിടിച്ച കാലമായിട്ട് ചില മനുഷ്യരുടെയും മനസ്സിൽ നീന്തി പോകാറുണ്ട്. എന്നാൽ കുറച്ചുകൂടി പഴമക്കാർ ഈ കാലഘട്ടത്തെ ചേർത്ത് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വേലി വിളവ് തിന്നുന്ന കാലമാണ്. ഏത്? ഈ കാലം വേലി വിളവ് തിന്നുന്ന കാലമായി ഇതിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒന്നുകൂടെ സുന്ദരമായി പറഞ്ഞാൽ ഈ കാലഘട്ടത്തെ എഴുത്തുകാരന്മാരും സാഹിത്യകാരന്മാരും എങ്ങനെ അടയാളപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്: മഴയ്ക്ക് തീ പിടിക്കുന്ന കാലം. മഴയ്ക്ക് തീ പിടിക്കുന്ന കാലം. അങ്ങനെ ഒരു വലിയ കാലത്തിന്റെ പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വം എന്താണ്? എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? അത് തിരിച്ചറിയുവാനുള്ള ഒരു വലിയ കാലമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് ഒരാളുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. നമ്മളോടൊക്കെ ചോദിക്കും, നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? നമ്മളൊക്കെ പറയും, നമ്മളൊക്കെ വിശ്വാസിയാണെന്നാണ് നമ്മുടെയൊക്കെ മറുപടി. ഒരു മലയാളത്തിലെ എഴുത്തുകാരന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: താങ്കൾ വിശ്വാസിയാണോ? എന്താ ചോദിച്ചത്? താങ്കൾ വിശ്വാസിയാണോ? അപ്പോൾ ഈ മനുഷ്യൻ എഴുത്തുകാരൻ അദ്ദേഹത്തോട് തിരികെ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആരാണ് വിശ്വാസി? താങ്കൾ വിശ്വാസിയാണോ എന്നുള്ള ചോദ്യത്തിന് തിരികെ ഉത്തരം ലഭിക്കുന്നതിന് പകരം മറ്റൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താ ചോദിച്ചത്? ആരാണ് വിശ്വാസി? അപ്പോൾ ഈ മനുഷ്യൻ, ഈ ചോദ്യകർത്താവ് അദ്ദേഹത്തോട് പറയുകയാണ്, ദൈവമുണ്ടെന്ന് പറയുന്നവനാണ് ആര്? വിശ്വാസി അല്ലേ? ദൈവമുണ്ടെന്ന് പറയുന്നവനല്ലേ വിശ്വാസി? ദൈവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? നിരീശ്വരവാദികളും അല്ലേ? അങ്ങനെയൊക്കെയാണ് കാലഘട്ടത്തിൽ അങ്ങനെ പ്രശസ്തമായ ചില മനുഷ്യരായി ചിലരൊക്കെ വളരുന്നുണ്ട്. എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്? ആ വിശ്വാസത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ദൈവമുണ്ടെന്ന് പറയുന്നവരാണ് വിശ്വാസി. എഴുത്തുകാരൻ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ദൈവമുണ്ടെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് വിശ്വാസിയാണോ പിശാചാണോ? അങ്ങനെയെങ്കിൽ ദൈവമുണ്ടെന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് വിശ്വാസിയാണോ പിശാചാണോ? എന്തായിരിക്കും മറുപടി? മറുപടി പറയുന്നുണ്ട്, വിശ്വാസിയേക്കാൾ കൂടുതൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നത് ആരാണ്? പിശാചാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ അവിടെ ഒരു ചോദ്യമുണ്ട്, പിശാച് ദൈവവിശ്വാസിയാണോ? എന്തായിരിക്കും മറുപടി? അല്ലെന്ന് തന്നെയല്ലേ നമ്മളെല്ലാവരുടെയും മറുപടി? അങ്ങനെയെങ്കിൽ പിശാച് വിശ്വാസിയാണോ എന്നുള്ള ചോദ്യത്തിന് ഈ ചോദ്യകർത്താവിന് മറുപടി ഒന്നും കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഈ എഴുത്തുകാരൻ അവിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ആരാണ് വിശ്വാസി എന്നുള്ളത് ഇന്ന് നാം തിരിച്ചറിയണം. ദൈവമുണ്ടെന്ന് പറയുന്നവനല്ല വിശ്വാസി. ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവനാണ് വിശ്വാസി. ദൈവമുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവനാണ് വിശ്വാസി. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ക്രമക്കേടുകളുണ്ട്, ഒത്തിരി ക്രമക്കേടുകളുണ്ടെന്ന് നാം തിരിച്ചറിയണം. ആ തിരിച്ചറിവിൽ നാം നമ്മെ മനസ്സിലാക്കുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുന്നത്. അതെങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ, ലോകപ്രശസ്തനായ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒത്തിരി നോവലുകളും ഇതിൽ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന നോവൽ വളരെ പ്രസിദ്ധമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥയിൽ ഒരു പെൻസിലിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. പെൻസിൽ എന്ന് പറയുന്ന ആ
സാധനത്തിന്റെ ഒരു ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് പെൻസിൽ കഥ പറയുക. എങ്ങനെയാ കഥ പറയുന്നതെന്ന് അറിയാമോ? പെൻസിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഐ ക്യാൻ മേക്ക് എ മാർക്ക് ഓൺ എ ഷീറ്റ്. എനിക്ക് എൻ്റെ പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ ഈ പെൻസിൽ വെച്ച് വളരെ മനോഹരമായി പേപ്പറിൽ എഴുതാനും വരയ്ക്കാനും ഒക്കെ സാധിക്കും, അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കൊടുക്കുന്നത് പെൻസിലൊക്കെയാണ്. കാരണം എന്താ? അത് അവർക്ക് പിടിച്ച് എഴുതാനായിട്ട് ഇച്ചിരി കംഫോർട്ടുണ്ട് പേനയേക്കാൾ. അതാണ് ആദ്യമായി ഈ പെൻസിൽ പറയുന്നത്, എനിക്ക് സുന്ദരമായി എഴുതാനും വരയ്ക്കുവാനും സാധിക്കും. എന്നാൽ രണ്ടാമത് വീണ്ടും പെൻസിൽ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അതിനേക്കാൾ പ്രധാനം മറ്റൊരു കാര്യമാണ്, മിസ്റ്റേക്ക് ഷുഡ് ബി എറൈസ്. തെറ്റുകൾ സംഭവിച്ചാൽ മായ്ച്ചു കളയാനുള്ള സംവിധാനം എവിടെയുണ്ട്? എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് പെൻസിലിൻ്റെ ചുവട്ടിലൊക്കെ ഒരു റബ്ബർ വെച്ചിട്ടുണ്ട്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് കൂടുതലും കൊടുക്കുന്നത് അതുകൊണ്ടാണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അത് മായ്ച്ചു കളയുവാനായിട്ട് സാധിക്കും. എന്നാൽ പെൻസിൽ അവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്: ഈ രണ്ട് കാര്യങ്ങളല്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്ന്, വരയ്ക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ തുടച്ചു കളയുവാൻ കഴിയുന്നതോ അല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവൻ നൽകുന്നത്. പിന്നെ എന്താണ്? മൈ ഇന്റീരിയർ ഗ്രാഫൈറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് മൈ ഔട്ടർ വുഡൻ പീസ്. പുറത്തുള്ള പുറംചട്ടയേക്കാൾ, പുറത്ത് കാണുന്ന വർണ്ണശബളങ്ങളെക്കാൾ എനിക്ക് ജീവൻ നൽകുന്നത് ഇതിനകത്തുള്ള എൻ്റെ മഷിക്കല്ലാണ്. എനിക്ക് അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മഷിക്കല്ലാണ് എൻ്റെ ജീവിതത്തിന് ജീവൻ നൽകുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ പുറമേ കാണുന്ന ചില പൊള്ളത്തരങ്ങൾക്കപ്പുറമായി അകത്തുള്ള മനുഷ്യനെ, അകത്തുള്ള ദൈവാത്മാവിനെ ഇതുവരെയെങ്കിലും നമുക്ക് അതിനെ പ്രചോദിപ്പിക്കുവാൻ, പ്രകാശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിയാത്തതിൻ്റെ കാരണം എന്താണ്? അതുകൊണ്ട് ഇങ്ങനെ അതിനെ പറയാറുണ്ട്: മനുഷ്യനിലെ മാനുഷികമായ അകത്തെ സൈക്കോ എന്നും അതിൻ്റെ അകത്തിൽ അഹമായി വസിക്കുന്ന ദൈവാത്മാവിനെ നോമ എന്നും വിളിക്കുന്നു. ഈ പരിശുദ്ധ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പരാജയം. അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ആ ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് ഇന്ന് ഞാൻ അല്പസമയത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം. ആ വേദഭാഗം ഞാൻ ആദ്യം ഇവിടെ വായിച്ചു കേട്ടു. എന്താണ്? വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ വേദഭാഗം മറ്റ് സുവിശേഷങ്ങളിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് ഏവങ്കേലിയോസ്ത എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങളിൽ ഈ വേദഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഈ വേദഭാഗം വ്യത്യസ്തമായ രീതികളിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അവിടെ പറയുന്നത്? കർത്താവ് മരുഭൂമിയിലേക്ക് പ്രാർത്ഥിക്കുവാനായി എത്ര ദിനരാത്രങ്ങൾ പോയി? 40 ദിനരാത്രങ്ങൾ പോയി എന്ന് പറയപ്പെടുകയാണ്. അപ്പോൾ തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് കർത്താവ് എവിടേക്കാണ് പോയത്? പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് പോവുകയാണ്. ആ സംഭവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. ആ സംഭവത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ചെല്ലുമ്പോൾ കർത്താവ് നേരിടുന്നത് ആരെയാണ്? പിശാചിനെ. പ്രാർത്ഥിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ, ഉപവസിക്കുവാനായി കടന്നു ചെല്ലുമ്പോൾ കർത്താവ് നേരിടുകയാണ് പിശാചിനെ. അപ്പോൾ കർത്താവ് 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു എന്ന വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഈ 40ന്റെ പ്രത്യേകത?
എന്താണ് ഈ 40-ന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അത് പഴയ നിയമ ചരിത്രവുമായി ഈ വേദഭാഗത്തിന് ചില സംഭവങ്ങളുമായി ചില കൂടിച്ചേരലുകളുണ്ട്. എന്താണ് ആ കൂടിച്ചേരൽ എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ ജനം എത്ര നാൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു? 40 വർഷം. 40 വർഷം ഈ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ നിന്ന് യാത്ര ചെയ്താണ് എവിടെ എത്തിയത്? കനാൻ ദേശത്തെത്തിയത്. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ അവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം കനാൻ ദേശത്തിലേക്ക് എത്തിയെങ്കിലും അവർ തങ്ങളുടെ പരീക്ഷകളിൽ പരാജിതരായി. ഇവിടെ പുതിയ നിയമത്തിൻ്റെ നായകനായ ക്രിസ്തു ഈ 40 വർഷത്തിന് പകരം 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാകുന്നു. അതാണ് ഒന്നാമത് പഴയ നിയമ ചരിത്രവും പുതിയ നിയമ ചരിത്രവും തമ്മിലുള്ള ഈ വേദഭാഗത്തിൻ്റെ ബന്ധം. രണ്ടാമതായി ഈ വേദഭാഗത്തിൻ്റെ പഴയ നിയമ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, നാം കാണുന്നുണ്ട് ഇസ്രായേലിനെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. പുറപ്പാടിന്റെ പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം, ഇസ്രായേൽ എൻ്റെ പുത്രൻ, അവൻ എൻ്റെ ആദ്യജാതൻ തന്നെ. ഇതാണ് ഇസ്രായേലിനെ പറ്റി അവിടെ അടയാളപ്പെടുത്തുന്നതായ വാക്കുകൾ. ഈ വേദഭാഗം 4-ാം അധ്യായമാണെങ്കിൽ ഇതിനു മുമ്പുള്ള 3-ാമത്തെ അധ്യായത്തിൽ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നത് എന്ത് സംഭവമാണെന്നറിയാമോ? കർത്താവ് യോർദാൻ നദിയിൽ മാമോദീസ ഏൽക്കുന്നതിനെ പറ്റിയാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. അവിടെ എന്താണ് കേൾക്കപ്പെടുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ എന്തായിരുന്നു അവരെ കുറിച്ച് പറഞ്ഞത്? ഇസ്രായേൽ എൻ്റെ പുത്രൻ, അവൻ എൻ്റെ ആദ്യജാതൻ തന്നെ. ഇതാണ് രണ്ടാമത്തെ ഇതുമായുള്ള കണക്ഷൻ. മൂന്നാമത്തെ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായി ഇസ്രായേൽ ജനത്തെ ദൈവം വഴി നടത്തിയെങ്കിൽ, ഈ വേദഭാഗം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട് കർത്താവിനെ ആത്മാവ് എവിടേക്ക് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതാണ് ഈ വേദഭാഗത്തിന് ഉണ്ടാകുന്ന പശ്ചാത്തലം. എന്നാൽ ഈ പശ്ചാത്തലത്തിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പഴയ നിയമ ഇസ്രായേൽ പരീക്ഷയിൽ തോറ്റു, പുതിയ നിയമ ഇസ്രായേൽ പരീക്ഷയിൽ ജയിച്ചു. ഇതാണ് വ്യത്യാസം. പശ്ചാത്തലമൊക്കെ ഏകദേശം രൂപഭാഗമായി ഒന്നായി തോന്നിയെങ്കിലും അവസാനം നാം കാണുന്നതായ പ്രത്യേകത ഇതാണ്. എന്നാൽ ഈ പ്രത്യേകതകളുടെ നടുവിൽ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തി, ഇസ്രായേൽ ജനം എത്ര വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു? 40 വർഷം. എന്നാൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പഠിക്കുമ്പോൾ, അതിൻ്റെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ, മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്ര 40 വർഷത്തെ യാത്ര ഇല്ലായിരുന്നു. വെറും 4 ദിവസം മാത്രം എത്തിച്ചേരാവുന്ന യാത്ര എന്തുകൊണ്ട് 40 വർഷം നീണ്ടു നിന്നു? ഇതാണ് ആ വേദഭാഗത്തിന്റെ പ്രത്യേകത. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അതിനുള്ള ഉത്തരം ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ 40 വർഷത്തെ അവരുടെ ജീവിതം അവരെ ചിലത് പഠിപ്പിച്ചു. 40 വർഷത്തെ ഈ മരുഭൂമി യാത്ര അവരെ ചിലത് പഠിപ്പിച്ചു. എന്താണ് അവരെ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, അതിനെ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും: വിൽഡർനെസ് ഈസ് നോട്ട് എ കംഫർട്ട് സോൺ. മരുഭൂമിയുടെ ജീവിതം ഒരിക്കലും നമുക്ക് കംഫർട്ട് സോണായിട്ട് തോന്നാറില്ല, അനുഭവിക്കുവാറില്ല. കാരണം എന്താ? അത് മൊത്തം കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ എന്താണ്? ചില വരണ്ട അവസ്ഥയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സഭാ ജീവിതത്തിലും ഉണ്ടാകും. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് ചുറ്റും നമുക്ക്
പ്രത്യേകമായിട്ട് ആവശ്യമുള്ളതൊക്കെ ലഭിച്ചാൽ നമ്മൾ എല്ലാത്തിനും നന്ദിയുള്ളവരാണ്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാണ്. എന്നാൽ ഈ കംഫർട്ട് സോൺ ഒന്ന് മാറിയാൽ, നാം നിൽക്കുന്ന പരിസരങ്ങളിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടാൽ ആദ്യം നാം കുറ്റപ്പെടുത്തുന്നത് ആരെയാ? ആദ്യം കുറ്റപ്പെടുത്തുന്നത് ദൈവത്തെ. ഇത് തന്നെയാണ് ഇസ്രായേൽ ജനവും കണ്ടത്. മിസ്രൈമിൽ നിന്നുള്ള അടിമത്തത്തിൽ നിന്ന് ഫറവോയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് വിടുവിച്ച് ഇവരെ വഴിയാത്രയിൽ നടത്തിക്കൊണ്ടു വന്നപ്പോൾ ഇവർ മോശയ്ക്കെതിരെ പിറുപിറുത്തു. ഭക്ഷണമില്ലെന്ന് പറഞ്ഞ് പിറുപിറുത്തു, വെള്ളമില്ലെന്ന് പറഞ്ഞ് പിറുപിറുത്തു, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ എന്ന് പറഞ്ഞു പോലും ഈ നേതാക്കന്മാർക്ക് നേരെ പിറുപിറുത്തു. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില അനുഭവങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ലേ? രണ്ടാമതായി ഈ മരുഭൂമിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: The wilderness make us feel isolated എന്നാണ്. ഏകാന്തതയുടെ തടവറയായി മരുഭൂമിയെ കാണപ്പെടുന്നു, അല്ലേ? മരുഭൂമിയിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇവിടെയുണ്ട്. പ്രവാസികളായിരിക്കുന്നവർക്കറിയാം മരുഭൂമിയുടെ അവസ്ഥ എന്താണെന്ന്. അവിടെ ഗൂഗിൾ മാപ്പോ അങ്ങനെയുള്ള ചില കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ ചില ഏകാന്തതകൾ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്, അല്ലേ? നമ്മളൊക്കെ പരാതി പറയുന്നത് എന്താ? എന്നോട് അല്പനേരം സംസാരിക്കാൻ ആരും ഇല്ല, സ്നേഹത്തോടെ എന്നെ ഒന്ന് കരുതി എന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ ആരുമില്ല, അല്ലെങ്കിൽ എന്തോ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ എനിക്ക് ആരുമില്ല. പക്ഷേ എനിക്ക് എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്, മക്കളുണ്ട്, പദവിയുണ്ട്. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചില ഏകാന്തതകളാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരാണെന്ന് അറിയാമോ? 60 കഴിഞ്ഞതിന് ശേഷം സീനിയർ സിറ്റിസൺ എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ പ്രായമുള്ള നമ്മുടെ അപ്പനും അമ്മയും ഒക്കെയാണ്. അപ്പൊ അവരുടെ ഒക്കെ വേദനകളെ കുറിച്ച് നമുക്കറിയാമെങ്കിലും ആ നിമിഷങ്ങളിൽ അവരൊറ്റപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ ചില അനുഭവങ്ങളും ഈ മരുഭൂമിയുടെ ജീവിതം പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് ഇവരെ പഠിപ്പിച്ച ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ, അതിനെ വേദശാസ്ത്രപരമായി വ്യാഖ്യാനിക്കുമ്പോൾ ഈ വിൽഡർനെസ്, മരുഭൂമി എന്ന് പറയുന്ന ആ വാക്കിന്, ഡെസേർട്ട് എന്ന് പറയുന്ന വാക്കിന് ഹീബ്രുവിൽ പറയുന്ന ഒരു വാക്കിങ്ങനെയാണ് മിഡ്ബാർ. മിഡ്ബാർ എന്ന പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്താണ് ഈ മിഡ്ബാറിന്റെ അർത്ഥമെന്ന് നോക്കിയപ്പോഴാണ് കുറച്ചുകൂടി അത് സുന്ദരമാകുന്നത്. ടു സ്പീക്ക് സംതിങ്, ചിലത് പറയുവാനുള്ള ഇടമാണ് എന്ത്? മരുഭൂമി. ചിലത് പറയുവാനുള്ള ഇടമാണ്. തനിച്ചിരിക്കുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ, കംഫോർട്ട് സോൺ നഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ സംസാരം ആരോടാണെന്ന് ചോദിച്ചാൽ അതാണ് പറയുന്നത്. നിന്റെ സംസാരം എങ്ങനെയായിരിക്കണമെന്ന് ചോദിച്ചാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ദൈവ സാന്നിധ്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് കാറ്റിനെ പ്രതീക്ഷിക്കുന്നു, വലിയ മഴയെ പ്രതീക്ഷിക്കുന്നു. എന്നാൽ അവിടെയൊന്നും ദൈവ സാന്നിധ്യത്തെ കാണുവാൻ ഇടയായിരുന്നില്ല. എന്നാൽ ദൈവ സാന്നിധ്യം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു മൃദുസ്വരമുണ്ടായി, അതിൽ ദൈവ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ മരുഭൂമിയുടെ ജീവിതം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവസാനമായി നാം ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ചിലത് പറയുവാനും കേൾക്കുവാനുമുള്ള ശാന്തത എന്നെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് നാം മാത്രം പറഞ്ഞാൽ പോരാ, ദൈവം പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു ശാന്തത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ശാന്തതയുണ്ടായ ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? ദേവാലയത്തിൽ കിടന്നുറങ്ങുന്ന ഒരു കൊച്ചു ബാലനെ ആര് വിളിക്കുന്നു? ദൈവം വിളിക്കുന്നു. ദൈവം വിളിക്കുന്നത് ഇങ്ങനെയാണ്, ശമൂവേലേ, ശമൂവേലേ. അപ്പോൾ ഈ കൊച്ചു ബാലന് തൻ്റെ പേരറിയാവുന്നത് തൻ്റെ പുരോഹിതനായ എലിക്ക് മാത്രമേ ഉള്ളൂ. എലി പുരോഹിതന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അങ്ങ് എന്നെ വിളിച്ചോ? അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, നീ ശാന്തമായി പോയി കിടന്നുറങ്ങുക. വീണ്ടും അവൻ ഉറങ്ങുവാൻ കിടന്നു. വീണ്ടും അവനെ വിളിക്കുകയാണ്, ശമൂവേലേ, ശമൂവേലേ.
വീണ്ടും ഈ വിളി കേട്ട് പുരോഹിതന്റെ അടുക്കലേക്ക് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ പുരോഹിതന് മനസ്സിലായി, ഇവനെ വിളിച്ചതാരാണ്? യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവമാണ് ഈ ബാലനെ വിളിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, ഇനിയും നീ ആ ശബ്ദം കേട്ടാൽ എന്തോ പറയണം? അടിയനിതാ അരുളി ചെയ്താലും. ഇനിയും ആ ശബ്ദം കേട്ടാൽ നീ എന്തു പറയണം? മറുപടി, അടിയനിതാ അരുളി ചെയ്താലും. വീണ്ടും കേട്ടു, അവൻ ആ വാക്ക് അവിടെ ഉച്ചരിച്ചു. പിന്നീട് നാം കാണുന്ന സംഭവത്തിൽ ഇസ്രായേലിന്റെ രാജാവിനെ വാഴിക്കുവാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകനായി ആരുയർത്തപ്പെട്ടു? ശമൂവേൽ പ്രവാചകൻ. പ്രിയമുള്ളവരെ, ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആവലാതികളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ദൈവത്തിന് എന്നോട് എന്തെങ്കിലും പറയുവാനായിട്ടുണ്ടോ? അത് കേൾക്കുവാനുള്ള ഒരു ശാന്തതയുടെ ഇടമായിരിക്കണം നമ്മുടെ ധ്യാനം. ആ ശാന്തതയുടെ ഇടമായി ഈ ദേവാലയത്തിൽ, ഈ പരിശുദ്ധന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ആദ്യത്തെ ആളാരാണ്? പിശാച്. ആദ്യമായി ഇതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആദ്യം നേരിടേണ്ടി വരുന്ന പിശാചിനെ കർത്താവ് എങ്ങനെയാണ് നേരിടുന്നത് എന്ന് ഇവിടെ കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിലൊന്നാമതായി നാം കാണുന്നു, പിശാച് കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. വേദപുസ്തകത്തിൽ പിശാച് എന്ന് പറയുന്ന ആളിനെ കുറിച്ചും പേരും നമുക്ക് പരിചിതമാണ്. എന്നാൽ അത് മാത്രമേ ഉള്ളൂ പിശാച് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ അടയാളപ്പെടുത്തുന്നത്. ഒത്തിരി പേരുകളിലാണ് ഇയാൾ അറിയപ്പെടുന്നത്. പിശാച് അറിയപ്പെടുന്നത് വേദപുസ്തകത്തിൽ ഒത്തിരി പേരുകളിലാണ്. അതിൽ ഒന്നാമത്തെ പേര് ഞാൻ പറഞ്ഞു, പിശാച്. രണ്ടാമത് പറയുന്നു സാത്താൻ. മൂന്നാമത് പറയുന്നു പരീക്ഷകൻ. നാലാമത് പറയുന്നു വഞ്ചകൻ. അഞ്ചാമത് പറയുന്നു ശത്രു. ആറാമത് പറയുന്നു സർപ്പം. ഏഴാമത് പറയുന്നു സംഹാരകൻ. പിന്നെയും പറയുന്നു ബേസബൂ, ബിലയാൽ. അങ്ങനെ ഒത്തിരി പേരുകളിലാണ് ആര് അറിയപ്പെടുന്നത്? വേദപുസ്തകത്തിൽ പിശാചിനെ വിളിക്കപ്പെടുന്നത്. എന്നാൽ ഇതിനപ്പുറമായി നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ ഈ പിശാചിനെ എങ്ങനെയാണ് വിളിക്കുന്നതെന്നറിയാമോ? അതൊരു വ്യത്യസ്തമായ പേരിട്ടുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനകളിലും സദറകളിലും ഒക്കെ അത് കാണുന്നുണ്ട്. എങ്ങനെയാണെന്നറിയാമോ വിളിക്കുന്നത്? ആഗൽ കറുസ. കേട്ടിട്ടുണ്ടോ ആ വാക്ക്? എന്താ? ആഗൽ കറുസായുടെ നിരൂപണങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നതാ. എന്താ ഈ ആഗൽ കറുസ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഈ ആഗൽ കറുസ എന്ന് പറയുന്ന വാക്കിന് ഇങ്ങനെയാണ് പിതാക്കന്മാർ അതിനെ രേഖപ്പെടുത്തുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, വ്യാജ്യം കുരള ഭക്ഷണമാക്കിയവനെ വിളിക്കുന്ന പേരാണ് ആഗൽ കറുസ. ആദ്യമായി ഹൗവയുടെ അടുക്കലേക്ക് കടന്നു വന്നത് സത്യം പറഞ്ഞുകൊണ്ടാണോ? ആണോ? അല്ല. പിശാച് ആദ്യമായി കടന്നു വരുന്ന ഹവ്വയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുന്നത് എന്താ? പറയുന്നത്, ഇത് തിന്നാൽ നീ ആരെ പോലെയാകും? ദൈവത്തെ പോലെയാകും. ഇങ്ങനെയുള്ള ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അപ്പോഴെങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത്? ആ പ്രതിസന്ധിയെ എങ്ങനെ നമുക്ക് മറികടക്കുവാനായിട്ട് കഴിയും? അതിന് രണ്ട് വാക്കുകൾ നാം മനസ്സിലാക്കണം. ആ രണ്ട് വാക്കുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഒന്ന്, പരീക്ഷിക്കുക. രണ്ട്, പ്രലോഭിപ്പിക്കുക. പരീക്ഷിക്കുക, പ്രലോഭിപ്പിക്കുക. ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മലയാള ഭാഷയിൽ അത് വായിച്ചാൽ നമുക്ക് അത്ര മനസ്സിലാവുകയില്ല. എന്നാൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ പരീക്ഷയും പ്രലോഭനത്തിനും രണ്ടർത്ഥങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ടെംപ്റ്റേഷൻ എന്നാ പറയുന്നത്. ഒന്ന് ടെംപ്റ്റേഷൻ, രണ്ട് ടെക്സ്റ്റഡ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അതിങ്ങനെ പറയാൻ നമുക്ക് കഴിയും: ദൈവം ഒരിക്കലും ആരെയും പ്രലോഭിപ്പിക്കാറില്ല. ദൈവം ഒരിക്കലും ആരെയും പ്രലോഭിപ്പിക്കാറില്ല, പക്ഷേ പരീക്ഷിക്കാറുണ്ട്. എന്തിനു വേണ്ടി? പരിശോധിക്കാൻ. മനസ്സിലായോ?
ദൈവം മനുഷ്യനെ ടെസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടി? പരിശോധിക്കുന്നതിനു വേണ്ടി. എന്നാൽ ഒരിക്കലും പിശാച് ആരെയും ടെസ്റ്റ് ചെയ്യില്ല. പിന്നെന്താണ്? പ്രലോഭിപ്പിക്കും. എന്തിനു വേണ്ടി? നശിപ്പിക്കാൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട് കൂദാശയുടെ പ്രാർത്ഥനാക്രമത്തിൽ ഇങ്ങനെ പിതാക്കന്മാർ എഴുതി വെക്കുന്നുണ്ട്: ഇയ്യോബിനെയും അവൻ്റെ സമ്പാദ്യങ്ങളെയും അവൻ്റെ പരിശോധനയ്ക്ക് ശേഷം തിരികെ കൊടുത്തതുപോലെയും. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ചില സാഹചര്യങ്ങളിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ ആ ബന്ധത്തെക്കുറിച്ച് നാം തിരിച്ചറിയുമ്പോൾ പിശാച് ആരെയാണ് ഉപദ്രവിക്കുന്നത്, ആരെയാണ് പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെ ഇങ്ങനെ പറയാം: ദൈവബന്ധത്തിൽ നിലനിൽക്കുന്ന മനുഷ്യനെ ആരുപദ്രവിക്കും? പിശാച് ഉപദ്രവിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമതായിട്ട് പറയുന്നു, ദൈവിക നൽവരങ്ങൾ പ്രാപിച്ച മനുഷ്യരെ ആരുപദ്രവിക്കും? പിശാച് ഉപദ്രവിക്കും. മൂന്നാമത് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവ സൃഷ്ടിയിൽ സൃഷ്ടിച്ച മനുഷ്യനെ ആരുപദ്രവിക്കും? പിശാച് ഉപദ്രവിക്കും. അപ്പോഴങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രലോഭനത്തിൽ നിന്ന് നമുക്കാർക്കും വിമോചനമില്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന പ്രലോഭനങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമതായി കർത്താവ് പഠിപ്പിക്കുന്ന പാഠം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് അവിടെ രേഖപ്പെടുത്തുന്നത്? പിശാച് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറയുന്ന ആദ്യത്തെ ടെംപ്റ്റേഷനാണ്: കല്ല് അപ്പമായി തീരണം. കല്ല് അപ്പമായി തീരണം. 40 ദിവസത്തെ ഉപവാസം. ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭക്ഷണവും വെള്ളവും ഒക്കെ മാറ്റി നിർത്തി പ്രാർത്ഥനയിലായിരിക്കുക. ഇപ്പം വെള്ളിയാഴ്ച നമ്മളിവിടെ ആയിരിക്കുന്നത് പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെയാണ്, അല്ലേ? ഈ ഉപവാസം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്താണ്? നമുക്കൊക്കെ കഞ്ഞി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്, അല്ലേ? ഈ കഞ്ഞിക്ക് ഏറ്റവും കൂടുതൽ സ്വാദ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ദുഃഖ വെള്ളിയാഴ്ചത്തെ ആരാധന കഴിയുമ്പോഴായിരിക്കും ഈ കഞ്ഞിക്ക് ഏറെ സ്വാദ് കൂടുന്നത്. അപ്പോൾ ഈ ഉപവാസം കഴിഞ്ഞിട്ട്, ഈ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അവസാനത്തിൽ കർത്താവിൻ്റെ നീഡ്, ആവശ്യം എന്താണെന്ന് ആര് തിരിച്ചറിയുക? പിശാച് തിരിച്ചറിയുക. കർത്താവിന് വേണ്ടത് എന്താണ്? ഭക്ഷണമാണ്, ആഹാരമാണ്. അതുകൊണ്ട് കർത്താവിനോട് പറയുകയാണ്, ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അപ്പോൾ ഈ വേദഭാഗത്തിൽ വീണ്ടും അതിനെ രേഖപ്പെടുത്തുമ്പോൾ 3 പ്രലോഭനങ്ങളായി അതിനെ രേഖപ്പെടുത്തുകയാണ്. ആ 3 പ്രലോഭനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, 1 യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം: ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 തരം പ്രലോഭനങ്ങളുമായിട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ഈ പിശാച് കടന്നു വരികയാണ്. അതിൽ ഒന്നാമത്തേതാണ് ജഡമോഹം. അതിനെ ഇങ്ങനെ വിളിക്കുവാനായിട്ട് സാധിക്കും: ദ ടെംപ്റ്റേഷൻ ഓഫ് ഫിസിക്കൽ. നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ശാരീരികമായ പ്രലോഭനം. എന്താണ് അത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ടല്ലേ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണമെന്ന ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്ക് ലഭിച്ചാലും നാം സംതൃപ്തരാണോ? അല്ലെന്ന് തന്നെ പറയുമല്ലേ. പക്ഷെ ഇത് ഇല്ലെങ്കിൽ നമുക്കിത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. പക്ഷെ ഇതിനെ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ട എന്ന് പറയുവാനായിട്ട് കഴിയുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? നമ്മൾ മതി എന്ന് പറയുന്നത് എപ്പോഴാ? ആഹാരം കഴിച്ചിട്ട് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, ഓ ഇനിയും ഇടല്ലേ, മതി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കിട്ടിയാൽ നമ്മൾ കഴിക്കും, അല്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഫിസിക്കൽ നീഡ്, നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ ആഗ്രഹങ്ങളുടെ നടുവിൽ
ആഗ്രഹങ്ങളുടെ നടുവിൽ നമ്മൾ വല്ലാതെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ കോർത്തിണക്കി വെച്ചിരിക്കുകയാണ്. ഈ ബുദ്ധമതത്തിൽ ബുദ്ധന്റെ ആൽമരത്തിന്റെ ചുവട്ടിൽ ധ്യാനമഗ്നനായിരിക്കുന്ന ബുദ്ധന്റെ ചിത്രം വളരെ പ്രസിദ്ധിയുള്ളതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ അത്രമാത്രം പ്രസിദ്ധി ആ ചിത്രത്തിനുള്ളത് എന്ന് ചോദിച്ചാൽ, ഈ മരത്തിനൊരു പര്യായമുണ്ട്, മാരൻ. മാരന് വീണ്ടും കൊടുക്കുന്ന അർത്ഥം എന്താണെന്നറിയാമോ? ആഗ്രഹങ്ങളുടെ ദേവൻ, ദ ഡിസയർ ഓഫ് ലസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ആഗ്രഹങ്ങൾക്ക് നേരെ പുറംതിരിഞ്ഞിരിക്കുന്നവനാരോ അവനാണ് ബുദ്ധൻ. ആഗ്രഹങ്ങൾ ജീവിതത്തിലേക്ക് വർദ്ധിക്കുമ്പോൾ, നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ കൂടുമ്പോൾ നമ്മൾ ആരെ മറക്കും? മുകളിലോട്ട് നോക്കുന്ന ദൈവത്തെ മറക്കും. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ പാകപ്പിഴയാണ്, അല്ലേ? 10-25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ അപ്പച്ചനും അമ്മച്ചിയും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചതെന്ന് നാം തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾക്ക് ആ തിരിച്ചറിവ് ലഭിക്കുന്നുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മക്കളെ ചൊല്ലി കരയേണ്ടതായിട്ട് നമുക്ക് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ ആ ഒരു വലിയ കംഫോർട്ട് സോൺ എന്നും എക്കാലവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ കല്ല് അപ്പമായി തീരുന്ന ചില ആവശ്യങ്ങളാണെന്ന് തിരിച്ചറിയണം. കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്താണ്? കർത്താവ് പറയുന്നത്, കല്ലപ്പമാക്കണമെന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ഇതാണ് മറുപടി പറയുന്നത്. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ദൈവവചനം കൊണ്ട് ഒരാൾക്ക് ജീവിക്കുവാൻ പറ്റുമോ? ഇതാരാ പറഞ്ഞത്? കർത്താവ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എന്താ? ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്നും തരണമെന്നാണോ, ഇന്ന് തരണമെന്നാണോ? പക്ഷെ നമ്മൾ ഇടയ്ക്കൊക്കെ പറയും എന്നും തരണമേ എന്നല്ലേ, അല്ലേ? ഇപ്പം ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദരിദ്രനായ ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ എനിക്കൊരു വരം തരണം. എന്താ വരം? ദൈവം ചോദിച്ചു, ഞാൻ ദരിദ്രനായ ഒരു മനുഷ്യനാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ എടുക്കുന്ന കലത്തിലെ അരി ഒരിക്കലും തീർന്നു പോകരുത്. ഇതാണ് എൻ്റെ ആഗ്രഹം, ലളിതമായ ആഗ്രഹമാണ്. ഞാൻ എടുക്കും തോറും, ഞാനിപ്പം ഒരു നാഴി എടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത് എവിടെ ഉണ്ടാകണം? ആ കലത്തിലുണ്ടാകണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ദൈവം പറഞ്ഞു, സമ്മതിച്ചു, ഞാനത് നിനക്ക് വാഗ്ദാനമായിട്ട് വരമായിട്ട് നൽകാം. അപ്പം ദൈവത്തെ ഒന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണമല്ലോ, ഇത് സംഭവം ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. അപ്പം ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയാമോ? ഒരു കലം അരി എന്നുള്ളതിന് പകരം എവിടുന്നോ കടമൊക്കെ വാങ്ങി ഒരു ചാക്ക് അരിയുമായി വീട്ടിലേക്ക് വരികയാണ്. ഒരു ചാക്ക് അരിയുമായി വീട്ടിലേക്ക് വന്നിട്ട് തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ഇതൊന്ന് പിടിച്ച് ഇറക്കി വെക്ക. അപ്പോൾ എൻ്റെ ഭാര്യ കൂടെ വന്ന് പിടിച്ച് ഇത് ഇറക്കി വെച്ചു. അപ്പം നോക്കുമ്പോൾ എന്ത് ചെയ്യടാ, ഈ തലയിൽ ഇറക്കി വെച്ചതുപോലെ ഒരു ചാക്ക് അലയിൽ അരിയിരിക്കുന്നു. അത് വീണ്ടും ഇറക്കി വെച്ചപ്പോൾ വീണ്ടും എന്താണ്? ആ തലയിൽ അരിച്ചാക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഭാര്യ ഭക്ഷണം കൊണ്ടുവന്നു, ഒരു ഉരുള വായിൽ വെച്ചു കൊടുത്തു. നോക്കിയപ്പം വീണ്ടും പാത്രത്തിൽ എന്താണ്? ഒരു ഉരുള ബാലൻസ് ഇരിക്കുന്നു. ഇത് കണ്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് ഈ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് ഈ വരം വേണ്ട, എൻ്റെ ദാരിദ്ര്യമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവമേ, എനിക്ക് അന്നത്തേക്കുള്ളത് മതി. നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെയാണ്. വർദ്ധിക്കുമ്പോൾ, സമ്പാദിച്ചു കൂട്ടുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് എന്താണ്? ആ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നാം ഇങ്ങനെ കല്ല് അപ്പമായി തീരുന്നതിൻ്റെ പുറകെ പോകുന്നത്. ഇന്ന് കയ്യടി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ കാണിക്കണം. അതിൻ്റെ പുറകെ നാം ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ അവിടെ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവവചനം നമുക്ക് ആഹാരമായിരിക്കണം. ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ജീവൻ നൽകുന്നത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ജീവൻ നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിങ്ങനെ പറയുവാനായിട്ട് പറ്റും.
എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഈ ദുഷ്ടന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കവചം നമുക്ക് സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ കവചത്തിൽ ചില കാര്യങ്ങൾ ധരിക്കുവാനായിട്ട് പറയുമ്പോൾ അതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ എടുക്കണമെന്നാണ് ആ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് എടുക്കേണ്ടത്? വിശ്വാസമെന്ന പരിച എടുക്കണം, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ കൈക്കൊള്ളണം. ഈ പിശാചിനെ ഈ ആവശ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഫിസിക്കൽ നീഡിൽ അതിയായി കെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിമുക്തീകരിക്കുവാൻ ഈ ഒരു മാർഗം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ദൈവത്തിൻ്റെ വചനവും വിശ്വാസത്തിൻ്റെ പരിചയം നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാനായിട്ട് സാധിക്കണം. എന്താ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം? എന്താ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തീഷ്ണത? ഒരു നോമ്പ് നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമല്ലേ, കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ചില സാഹചര്യങ്ങളിൽ നാം ചിലതിനോടൊക്കെ എന്തു പറയുകയാണ്? അതിനെയൊക്കെ ഡിനേ ചെയ്യുക. പക്ഷേ അത് കാരണം നഷ്ടപ്പെടുന്നത് ഈ ദൈവ ബന്ധത്തിൽ നിന്നാണെന്ന് നാം തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ദൈവവചനം ആഹാരമായ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് കല്ല് അപ്പമാക്കുവാനല്ല, പിന്നെ എന്താണ്? മുറിക്കപ്പെട്ട അപ്പമായി തീരുന്നതിനാണ്. കല്ല് അപ്പമായി തീരുവാനല്ല ഞാൻ ലോകത്തിലേക്ക് വന്നത്, മുറിക്കപ്പെട്ട അപ്പമായി നമ്മളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കൗദാശികമായ ജീവിതത്തിലേക്കാണ് നമ്മെ ക്ഷണിക്കുന്നത്. ആ ക്ഷണിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് വിശുദ്ധ കുർബാന. ഈ അപ്പമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പിശാചിനെ പ്രതിരോധിക്കുവാൻ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധം. വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായി നാം കടന്നു വരുമ്പോൾ നാം ചിന്തിക്കണം, എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ട അപ്പമാണിത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന അപ്പമായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അവിടെയാണ് ഈ പിശാചിനോട് എതിർത്തു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ടെംപ്റ്റേഷനിൽ കർത്താവ് വിജയിച്ചു. എന്ത്? ദൈവവചനത്തെ കൊണ്ട്, ദൈവവചനമാകുന്ന ആത്മാവിനെ കൊണ്ട് തൻ്റെ ശാരീരികമായ നേട്ടങ്ങളെക്കാൾ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ഈ വേദഭാഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് പ്രലോഭനം എന്താണ്? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എന്താ പറയുന്നത്? ഒരു വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുകയാണ്, താഴേക്ക് ചാടുക. ഇതാണ് രണ്ടാമത്തെ ടെംപ്റ്റേഷൻ. വിശുദ്ധ നഗരത്തിലേക്ക് കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുകയാണ്, താഴേക്ക് ചാടുക. താഴേക്ക് ചാടാൻ മാത്രമല്ല പറഞ്ഞേ, പിന്നെന്താ പറഞ്ഞെന്നറിയാം? നിന്റെ കാൽ കല്ലിനോ തട്ടാതിരിക്കുവാൻ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞത്, ആദ്യം പറഞ്ഞതാ, നമ്മളെക്കാൾ കൂടുതൽ വേദപുസ്തകം വായിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്നത് ആരാ? പിശാച. ഇത് ഏത് വേദഭാഗമാണെന്നറിയാം? നമ്മൾ എന്നും ആരാധനയിൽ ഉപയോഗിക്കുന്ന ഒരു വേദഭാഗമാണ്. ഏതാ? 91-ാം സങ്കീർത്തനം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ ചിറകിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. അതിൻ്റെ 8-ാമത്തെ വാക്യമാണ് ആര് ഉപയോഗിച്ചിരിക്കുന്നത്? പിശാച് ഉപയോഗിച്ചിരിക്കുന്നത്. ചാടിക്കോ, ഒന്നും സംഭവിക്കത്തില്ല, ആര് രക്ഷിച്ചോളും? മാലാകമാർ രക്ഷിച്ചോളും. ഇതെന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഈ പ്രലോഭനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് തൻ്റെ വ്യക്തിത്വം തെളിയിക്കണം. ആരാണെന്ന്? യു ആർ സൺ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള അത്യസ്തം എവിടെ പ്രഖ്യാപിക്കണം. അതാണ് പിശാചിൻ്റെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? തൻ്റെ ശക്തി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണം. കാരണം ഞാൻ ചില കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെന്ന് ആരറിയണം? മറ്റുള്ളവരറിയണം. ഇങ്ങനെ 2 ഉദ്ദേശങ്ങളുണ്ട്. ആ 2 ഉദ്ദേശങ്ങൾ സാധിക്കുന്നത് പോലെ ആർക്കടിമപ്പെടുകയാണ്? പിശാചിന് അടിമപ്പെടുകയാണ്.
അപ്പോൾ രണ്ടാമത്തെ പരീക്ഷയിൽ കർത്താവ് എങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ നാം തിരിച്ചറിയണം, ഇത് നമ്മുടെ ജീവിതത്തിലുമുണ്ട്. ആ രണ്ടാമത്തെ ടെംപ്റ്റേഷനെ ഇങ്ങനെ വിളിക്കുവാനായിട്ട് പറ്റും. എന്താണെന്നറിയാമോ? ദ ടെംപ്റ്റേഷൻ ഓഫ് മെന്റൽ. അതിനെ എങ്ങനെ അടയാളപ്പെടുത്തും എന്ന് ചോദിച്ചാൽ അതാണ് കൺമോഹം. ആദ്യത്തെ എന്തായിരുന്നു? ജഡമോഹം. രണ്ടാമത്തെ കൺമോഹം. ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളില്ലേ? ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ? സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായി തീരണമെന്നൊക്കെ അല്ലേ? റീൽസ്, നമുക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? അല്ലേ? ഇന്ന് അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചു കൂട്ടണമോ അതെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം അതിൽ നിന്ന് വരുമാനമുണ്ട്, നല്ലതാണ്. നല്ല ആശയങ്ങൾ പങ്കിടുന്നത് നല്ലതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? മറ്റൊരാൾ എന്നെ ശ്രദ്ധിക്കണം, അല്ലേ? അതുകൊണ്ടല്ലേ വാട്സപ്പിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കത്തില്ല, ഇത് എത്ര പേര് നോക്കിയെന്ന്. ലൈക്ക് കിട്ടുമ്പോൾ നമ്മൾ നോക്കത്തില്ല. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഈ പ്രായമുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു യങ് ജനറേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോഴങ്ങനെ ചില ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്താണ്? ഒരു സെലിബ്രിറ്റി ആയി തീരുക, നമ്മുടെ ഒരു ഷോ ഓഫ് ലൈഫ് ആയി തീരുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ടു പ്രൂവ് സംതിങ്, ഞാൻ എന്തൊക്കെയോ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവർ അറിയണം. ഈ ഒരു ഘട്ടം കർത്താവിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള 3 കൂട്ടം ആളുകളും ഇതൊക്കെ തന്നെയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് കർത്താവിനെ അവർ അംഗീകരിക്കാതെ പോയത്. അതിൽ ഒന്നാമത്തെ മനുഷ്യരായിരുന്നു സദൂക്യർ. സദൂക്യർ എന്തുകൊണ്ട് കർത്താവിനെ അംഗീകരിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിനെ ഇങ്ങനെയാണ് പറയുന്നത്. അവരാഗ്രഹിച്ചിരുന്ന മശിഹ എങ്ങനെയുള്ള മശിഹയായിരിക്കണമെന്നായിരുന്നു? ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു മശിഹയായിരിക്കണം ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ കൂട്ടരെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. പരീശന്മാർ. എന്തായിരുന്നു അവരുടെ ആഗ്രഹം? അവർ പറയുന്നത് ഇങ്ങനെയാണ്: അമാനുഷിക ശക്തിയുള്ള ഒരു മശിഹ ഞങ്ങൾക്ക് ഉണ്ടാകണം. കാരണം റോമൻ സാമ്രാജ്യത്തിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും, ചുങ്കം പിരിവിൽ നിന്നും വിടുവിക്കുന്ന ഒരു മശിഹായ ആര് ഉണ്ടാകണം? ആ മശിഹായെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്നാൽ മൂന്നാമതൊരു കൂട്ടർ കൂടി ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെ പറയുന്നു? എസീൻസ് എന്ന് പറയുന്നു. വിപ്ലവകാരികളായ ചില മനുഷ്യർ. അവർ ഈ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നു എങ്കിലും അവർ പറയുന്നത് അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങളും അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒരു മശിഹ ഉണ്ടാകണം. എന്നാൽ വന്ന മശിഹ എങ്ങനെയുള്ള മശിഹയായിരുന്നു? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന മശിഹായിൽ നിന്ന് വ്യത്യസ്തനായി ഒരാൾ വന്നപ്പോൾ അംഗീകരിച്ചോ? അംഗീകരിച്ചില്ല. എന്നാൽ തൻ്റെ ദൈവത്വം, മനുഷ്യത്വം വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി തൻ്റെ ജനത്തെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുക എന്നുള്ളത് ദൈവവചനത്തിലൂടെയും തൻ്റെ കാൽവറിയിലെ ക്രൂശാരോഹണത്തിലൂടെയുമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഈ സംഭവത്തിൽ പറയുന്നുണ്ട്, കർത്താവേ നിനക്കങ്ങനെ സംഭവിക്കരുതേ എന്ന് പത്രോസ്ലീഹ പറയുമ്പോൾ പറയുന്നത്, പുറകോട്ടൊന്ന് നോക്കി എന്നിട്ട് എന്താ പറയുന്നത്? സാത്താനെ എൻ്റെ പിന്നിലേക്ക് പോവുക. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില പ്രതിസന്ധികളുണ്ട് പ്രിയമുള്ളവരെ. ദൈവമുണ്ടോ? എന്തിനാ പ്രാർത്ഥിക്കുന്നേ? പള്ളി പോകേണ്ട ആവശ്യമുണ്ടോ? ഈ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ചില തോന്നലുകൾ, ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ നോട്ടത്തിൽ നമ്മളോട് തന്നെ പറയണം, പിശാചേ എൻ്റെ പിന്നിലേക്ക് പോവുക. ആ പിന്നിലേക്ക് പോകുവാനുള്ള ആർജവത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ധാർമ്മികതയും നമ്മുടെ മുൻഗണനകളും. ഇങ്ങനെയുള്ള തരത്തിലേക്ക് പിശാച് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, എന്നെ എൻ്റെ കൂടെ നടന്നാൽ ചിലതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. കർത്താവിനോട് പറയുകയാണ്, നീ അവിടെ വരെ ഒന്നും പോകണ്ട, കാൽവറി വരെ ഒന്നും പോകണ്ട, ഈ കഷ്ടതയൊന്നും അനുഭവിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ ഇതൊക്കെ സംഭവിക്കും. പക്ഷേ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സാധ്യതകളിൽ നിന്ന് തിരിച്ചറിയാതെ നാം യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ
ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ തിരിച്ചു വരവിന്റെ മകനെ പറ്റി ഓർമ്മപ്പെടുത്തുന്ന 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്: അവന് സുബോധം വന്നിട്ട് അവൻ തിരിച്ചു വന്നെന്നാ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു ബോധവും ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ എത്തേണ്ടതും ചെന്നു ചേരേണ്ടതും ഈ നശ്വരമായ ലോകത്തിൽ നിന്നല്ല. എൻ്റെ ദൈവം കൂട്ടിച്ചേർക്കുന്നതായ ആ ജീവിതത്തിലേക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലത് വിട്ടുകളയുവാനായിട്ടുണ്ട്, ചിലത് ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നിസായിലെ ഗ്രിഗോറിയോസ് ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ്? തെറ്റിനെ ന്യായീകരിക്കുന്നവൻ ആരാണെന്നറിയാമോ? പിശാച്. തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകൾ കുഴപ്പമില്ല, പ്രശ്നമല്ല, അതൊന്നും സാരമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് പിശാചെന്നാണ്. എന്നാൽ തെറ്റിനെ തിരുത്തുന്നവനെ വിളിക്കുന്ന പേരാണ് മനുഷ്യൻ. എന്നാൽ ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്: തെറ്റിൽ പശ്ചാത്തപിക്കുന്നവനാണ് വിശുദ്ധൻ. തെറ്റിനെ ന്യായീകരിക്കുന്നവൻ പിശാച്, തെറ്റിനെ തിരുത്തുന്നവൻ മനുഷ്യൻ, തെറ്റിൽ പശ്ചാത്തപിക്കുന്നവൻ വിശുദ്ധൻ. ഈ വിശുദ്ധിയിലേക്കാണ് നാം വളരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് പറയുക. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യം: ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? അനേകർക്ക് ജീവനെ മറുവിലയായി നൽകുന്നതിന് വേണ്ടിയാണ്. 3-ാമത്തെ ടെംപ്റ്റേഷൻ, മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 പ്രലോഭനങ്ങളിലും ആര് തോറ്റു? പിശാച് തോറ്റു. 3-ാമത് ഒന്നുകൂടെ നൽകുകയാണ്, ഇതിലെങ്കിലും പിടിക്കാമെന്ന്. എന്താണ് പ്രലോഭനമെന്ന് ചോദിച്ചാൽ, ഒരു വലിയ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുകയാണ്, ഈ കാണുന്നത് മൊത്തം, എന്താ ഈ കാണുന്നത്, അവിടെ നിന്ന് കാണുന്നത് മൊത്തം ആർക്ക് തരാം? നിനക്ക് തരാം, കർത്താവിന് തരാം. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഒരു കോംപ്രമൈസ്. എന്താ? എന്നെ വീണ് നമസ്കരിച്ചാൽ മതി. എന്നെ കുമ്പിട്ട് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ആർക്കുള്ളതാ? നിനക്കുള്ളതാ. സൃഷ്ടാവിനോട് പറയുക. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ തിരിച്ചറിവിന് വിളിക്കുന്ന പേരാണ് ദ ടെംപ്റ്റേഷൻ ഓഫ് സ്പിരിച്വൽ, ദ ടെംപ്റ്റേഷൻ ഓഫ് ഫിസിക്കൽ, ദ ടെംപ്റ്റേഷൻ ഓഫ് മെന്റൽ, ദ ടെംപ്റ്റേഷൻ ഓഫ് സ്പിരിച്വൽ. എന്താ സ്പിരിച്വൽ? ആത്മീക ജീവിതത്തിലും ഇങ്ങനെ ചില പ്രതിസന്ധികളുണ്ട്. നമ്മളോടൊക്കെ ചോദിക്കും, പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ട്. ആരാധനയ്ക്ക് പോകാറുണ്ടോ? ഉണ്ട്. നോമ്പ് നോക്കാറുണ്ടോ? ഉണ്ട്. എന്നാൽ പലരെയും നമ്മൾ വിധിക്കാറുണ്ട്, പള്ളിയിൽ വരത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ആരാധിക്കത്തില്ല എന്നൊക്കെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ അന്തസത്ത എന്താണ്? നാമൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ എന്താണ് മുഴങ്ങിക്കേൾക്കുന്നത്? നമ്മുടെ ആവശ്യങ്ങളായില്ലേ? ഇവിടെ വരുമ്പോഴും നമ്മുടെ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആരാധനയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ മുഴങ്ങിക്കേൾക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ആരാധനക്രമങ്ങളിൽ ഒന്നും തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പാട്ടുകളിലോ സെതറകളിലോ ആരാധനാക്രമങ്ങളിലോ ഒന്നും അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വലിയ പ്രസക്തികളൊന്നുമില്ല. പിന്നെ അവിടെ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്താണ്? നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധി നീതി അയ്യോ ചെയ്യരുതേ.
നമ്മുടെ ആരാധനയിൽ നമ്മുടെ ആരാധനയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കപ്പുറമായ ഒരു ആത്മീക ജീവിതം നമുക്കുണ്ടാകണം. അതെന്താണ് ആത്മീക ജീവിതത്തിൻ്റെ അടയാളമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അതിനെ പറയുന്നത്? The spirituality is not come from knowledge, is from suffering. ജീവിതത്തിൻ്റെ സഹനത്തിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ആത്മീയത രൂപപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, കണ്ണുനീരിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ആഗ്രഹവും താല്പര്യവും ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ഈ ആത്മീയ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുമ്പോൾ കർത്താവ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കുകയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാകുന്നു. ആര്? എൻ്റെയും നമ്മുടെയും കർത്താവ്. നമ്മേക്കാൾ, നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കാൾ എത്രയോ അധികം ദുരിതം പുൽക്കൂട് മുതൽ കാൽവറി വരെ ജീവിതത്തിൽ അനുഭവിച്ച ദൈവപുത്രനായ, ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, വേദനകളുണ്ടാകും. പക്ഷേ ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്നത്, എന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ വേദനയും ത്യാഗവും അനുഭവിച്ച എൻ്റെ കർത്താവാണ്. ആ വേദനയുടെ നടുവിൽ, ആ സങ്കടത്തിൻ്റെ നടുവിൽ എൻ്റെ വേദനകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? എൻ്റെ പ്രയാസത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ആ തിരിച്ചറിവിലേക്ക് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പറ്റുന്ന ആത്മീയതയിലേക്ക് വളരുമ്പോഴാണ് ഒരുവൻ വിശുദ്ധനായി തീരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, ടെംപ്റ്റേഷൻ ഈസ് നോട്ട് ടു സിൻ. പ്രലോഭനം ഒരു പാപമല്ല. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്, ആരാധനയിൽ പറയുന്നത്, ലോകത്തിൽ പാപമില്ലാത്ത ഒരേ ഒരാൾ ആര് മാത്രമേ ഉള്ളൂ? മനുഷ്യജാതൻ ചെയ്ത കർത്താവായ യേശുമിശിഹ അല്ലാതെ ആരുമില്ല. പക്ഷേ പ്രലോഭനം പാപമല്ല. പിന്നെ എന്താണ് പാപം? സബ്മിറ്റഡ് ടു ദ ടെംപ്റ്റേഷൻ ഈസ് സിൻ. പാപത്തിൽ കീഴ്പ്പെടുന്നതാണ് പാപം. പ്രലോഭനം ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷേ അതിൽ കീഴ്പ്പെട്ടാൽ നാം പാപത്തിൻ്റെ വക്താക്കളായി മാറും. പ്രിയമുള്ളവരെ, ഈ തിരിച്ചറിവിലേക്ക് മാറുമ്പോഴാണ് പിശാച് കർത്താവിനെ വിട്ട് പോകുന്നു, ദൂതന്മാർ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ ഒരു ആത്മശോധനയും ആത്മസംരക്ഷണവും ജീവിതത്തിൻ്റെ അവസാനത്തോളം നിലനിർത്തുവാൻ കഴിയുമെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എത്ര തീയിൽ പഴിപ്പിച്ചാലും സ്വർണത്തിൻ്റെ ശോഭ കെട്ടുപോകുമോ? ഒരിക്കലുമില്ല. എത്ര മുറിച്ചാലും കരിമ്പിൻ തണ്ടിൽ നിന്ന് മധുരത്തിൻ്റെ കണം നഷ്ടമാകുമോ? ഇല്ല. എത്ര അരച്ചാലും ചന്ദനത്തിൻ്റെ സുഗന്ധം നഷ്ടമാകുമോ? ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെയും അടയാളം. വേദനകളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രലോഭനങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന ഒരു ആധ്യാത്മിക ജീവിതം വളർത്തിയെടുക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകട്ടെ. ഈ പരിശുദ്ധൻ്റെ സന്നിധിയിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന് അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെള്ളിയാഴ്ച ധ്യാനത്തിനായി ഈ പരിശുദ്ധമായ ദിവാലയത്തിലേക്ക് കടന്നു വന്ന ദൈവവചനങ്ങളെ അറിയിക്കുവാൻ അവസരം തന്ന ഈ പരമല സെമിനാരിയുടെ മാനേജരായ വന്യ പോൾ റമ്പാച്ചനോടും അസിസ്റ്റന്റ് മാനേജരായ വൈദിക ശ്രേഷ്ഠരോടും
എല്ലാ പ്രിയപ്പെട്ടവരോടും മാതാപിതാക്കളോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.